സമ്മർ ആയില്ല എങ്കിലും നമ്മളിപ്പോൾ ഓൾറെഡി സമ്മർ തുടങ്ങിക്കഴിഞ്ഞു. മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെയാണ് സമ്മർ പീക്ക് ടൈം. പക്ഷേ ഇപ്പോൾ ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചൂടാണെന്നറിയാമോ? ഭയങ്കര ചൂടാണ്. രാത്രി പക്ഷേ അത്ര ചൂടില്ല, പക്ഷേ ഡേ ടൈം ഇസ് ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പാനീയങ്ങളായാലോ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡ്രിങ്ക് തയ്യാറാക്കാം. ഓക്കെ, ഇനി സിപ്പപ്പ് സർബത്ത് ചേരുവകൾ: സ്ട്രോബെറി ഫ്ലേവറിലുള്ള സിപ്പപ്പ് 2 പാക്കറ്റ്, കറുത്ത കുരുവില്ലാത്ത മുന്തിരിങ്ങ 15 എണ്ണം, റോബസ്റ്റ പഴം 1 എണ്ണം, സ്ട്രോബെറീസ് 3-4 എണ്ണം കഷ്ണങ്ങളാക്കിയത്, ഐസ് വാട്ടർ 1/2 മുതൽ 1 കപ്പ് വരെ ആകാം, ഐസ് ക്യൂബ്സ് ആവശ്യാനുസരണം, കറുത്ത കസ്കസ് കുതിർത്തത് 6 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മുടെ ഒരു ഫേവറേറ്റ് ഡ്രിങ്ക് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു കാര്യം തയ്യാറാക്കാം. അതായത് ഇതൊരു സിപ്പപ്പ് സർബത്ത്. ഇത് ഞാൻ നമ്മുടെ ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക, നമ്മൾ കുറച്ച് സഞ്ചരിച്ച് ഷൂട്ട് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് എടുക്കാനായിട്ട് പോയപ്പോൾ വളരെ ഗ്രാമപ്രദേശത്ത് ഒരു ഫ്രൂട്ട് സ്റ്റാൾ എന്ന് തന്നെ പറയാം. അവിടെ സർബത്തും പലതരം ഫ്രൂട്ട് ജ്യൂസൊക്കെ കിട്ടുന്നൊരു കട. അവിടെ നിന്ന് ഒരു സർബത്ത് കുടിച്ചു. അതാണ് ഈ ഒരു സിപ്പപ്പ് സർബത്ത് എന്ന് പറഞ്ഞാൽ. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി. അപ്പോൾ നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. അത് എക്സാക്ട്ലി അതുപോലെ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, കുറച്ച് മാറ്റങ്ങളോടുകൂടിയാണ് ഞാനിപ്പോൾ ഈ സർബത്ത് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിപ്പപ്പ് സർബത്ത്, അതിൽ പ്രധാനമായിട്ട് വേണ്ടത് ഏത് തരം ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് സ്ട്രോബെറി ഉണ്ട്, എൻ്റെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് ഉണ്ടായിരുന്നു. പിന്നെ ഗ്രേപ്സ്, ഇത് സീഡ്ലെസ് ആണ്. പിന്നെ പഴം, അതായത് റോബസ്റ്റ പഴം. പിന്നെ ഐസ് ക്യൂബ്സ് ഉണ്ട്, ഐസ് വാട്ടർ ഉണ്ട്. പിന്നെ കുറച്ച് സിപ്പപ്പ് ഉണ്ട്. ഓക്കെ, സിപ്പപ്പ് ഞാൻ ഇപ്പോൾ സ്ട്രോബെറി ഫ്ലേവേർഡ് സിപ്പപ്പ് 2 എണ്ണമാണ് എടുത്ത് വെച്ച്. സിപ്പപ്പ് അറിയാമല്ലോ, ഇങ്ങനെ നമ്മളിങ്ങനെ കുടിച്ചുകൊണ്ട് കിടക്കുന്നത്. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കസ്കസ്, നമ്മുടെ കറുത്ത കസ്കസ് ഉണ്ടല്ലോ, അതും കൂടി അത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതും ആവശ്യത്തിന് ഐസ് വാട്ടറോ ഐസ് ക്യൂബ്സോ ഒക്കെ ഇട്ടിട്ടാണ് കുടിക്കേണ്ടത്. അപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയാലോ. അപ്പോൾ ഒരു ബ്ലെൻഡർ എടുക്കുക. അതിനകത്തേക്ക് ഒരുപാട് ഗ്രേപ്സ് ഒന്നും വേണമെന്നില്ല, ഇച്ചിരി കൂടുതൽ എടുത്തു എന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജാറാണ്. ഒരു 8-10 ഗ്രേപ്സ്, 15 വരെ ആകാം. പിന്നെ സ്ട്രോബെറീസ്, ഇതൊരു 3-4 സ്ട്രോബെറി ഉണ്ടായിരുന്നു, അതിൽ പകുതി എടുക്കാം. പിന്നെ ഒരു പഴം, റോബസ്റ്റ പഴം, അത് മുറിച്ചിടാം. പിന്നെ ഇനി ഇതിനകത്ത് ബ്ലൂബെറീസ് വേണമെങ്കിലാകാം. ഏതൊക്കെ ഫ്രൂട്ടാണോ നമുക്ക് കിട്ടുന്നത്, മാമ്പഴം ഉണ്ടെങ്കിൽ അത് ചേർക്കാം. സീസണൽ ഫ്രൂട്ട്സ് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഇതിനകത്തേക്ക് സിപ്പപ്പിൻ്റെ പാക്കറ്റും കൂടി പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ ഒരു സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ളൊരു സിപ്പപ്പിൻ്റെ ഒരു പാക്കറ്റ് ആദ്യം പൊട്ടിച്ചൊഴിക്കുന്നു. ഇതിനിപ്പോൾ ഒരു പാക്കറ്റ് മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തില്ല, കുറച്ച് ഐസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് അടയ്ക്കാം. ബ്ലെൻഡർ നന്നായിട്ട് അടച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വാവ്, ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഗ്ലാസ്സിലേക്ക് ഒഴിക്കും. എന്ത് ഫാസ്റ്റ് നോക്കിക്കോളൂ. ഇനി ഇത് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കണം. ഇനി ആവശ്യത്തിനുള്ള കറുത്ത കസ്കസ് കുതിർത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി. എന്നിട്ട് ഇതിനകത്തേക്ക് ഐസ് ക്യൂബ്. ഇതിപ്പോൾ ഞാനൊരു വലിയ ഗ്ലാസ്സാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്രയും ക്വാണ്ടിറ്റി ഒരു ഗ്ലാസ്സിന് പെട്ടെന്ന് തന്നെ നിറയും. ഇതിപ്പോൾ ഇച്ചിരി കൂടുതൽ ഐസൊക്കെ ഇട്ട് കുറച്ച് ഗംഭീരമാക്കാനുള്ള പ്ലാനാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് വാട്ടറും കൂടി എക്സ്ട്രാ ചേർക്കാം. ഇത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു പാക്കറ്റ് സിപ്പപ്പ് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അതും സ്ട്രോബെറി ഫ്ലേവർ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു സിപ്പപ്പ് നമ്മൾ ഡയറക്റ്റായിട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരെണ്ണം അല്ലാണ്ട് ചേർത്ത്. അപ്പോൾ ഇത് ഏത് പർട്ടിക്കുലർ ബ്രാൻഡൊന്നുമില്ല, ഇഷ്ടമുള്ള ഏതൊരു ബ്രാൻഡിൻ്റെ സിപ്പപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഫ്ലേവർ സ്ട്രോബെറി ആയിരിക്കും ഇതിന് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പിങ്ക് കളർ വേണമെങ്കിൽ സ്ട്രോബെറി, പിസ്ത കളർ ഗ്രീൻ വേണമെങ്കിൽ പിസ്തയിൽ ചെയ്യുകയാണെങ്കിൽ ഗ്രീൻ ആപ്പിൾ, പിന്നെന്താ പറയുക പഴം, അതുപോലെ ഗ്രീൻ ഗ്രേപ്സ്, അതെല്ലാം കൂടി ഇട്ടിട്ട് ചെയ്താൽ മതി. വീണ്ടും ഞാൻ കുറച്ചുകൂടി കസ്കസ് ചേർക്കും. കസ്കസ് എത്ര ചേർത്താലും നല്ലതാണ്. ഓക്കെ, പ്രത്യേകിച്ച് സർബത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇതൊരു ഗംഭീരമായൊരു സൈസിലുള്ള ഒരു ജാറിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സൈസിലെ ഒരു ജാറിൽ ഞാൻ എടുത്തത് കൊണ്ട് തന്നെ ഇത്രയും ക്വാണ്ടിറ്റി. ഇനി ഇതേ ക്വാണ്ടിറ്റി തന്നെ കുറച്ചുകൂടെ ചെറിയ ഗ്ലാസ്സിലാണെങ്കിൽ 2 ഗ്ലാസ്സിനുണ്ടാവും. അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം, കുടിക്കാം.
അപ്പോൾ നമുക്ക് കടയിലൊന്നും പോകണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഈ സിപ്പപ്പ് എന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരിങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഒക്കെ കടിച്ച് കുട്ടികൾക്ക് മാത്രമേ വലിയവർക്കും ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ അതിൽ തന്നെ എല്ലാ ഫ്ലേവേഴ്സും കിട്ടും. ഇപ്പോൾ പിസ്ത, സ്ട്രോബെറി, മാംഗോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ കളേഴ്സ് മാറ്റി പിന്നെ പൈനാപ്പിൾ ഫ്ലേവർ കിട്ടും. അപ്പോൾ പൈനാപ്പിൾ ഫ്രൂട്ട് ഇടുക, പൈനാപ്പിൾ, പഴം, പിന്നെ ഈ ഒരു പൈനാപ്പിൾ ഫ്ലേവറിലെ സിപ്പപ്പ്, പിന്നെ കറുത്ത കസ്കസ് കുതിർത്ത്, അങ്ങനെ ആ ഒരു കോമ്പിനേഷനിൽ അതിനകത്ത് വേണമെങ്കിൽ ആപ്പിളും ഇടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് മാറ്റങ്ങളോടുകൂടി തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊരു ഗംഭീര സംഭവമാണ്. ഇതിൽ ഞാൻ ആഡഡ് ഷുഗർ ഒന്നും ചേർത്തില്ല. ഇതിനൊക്കെ അത്യാവശ്യം സിപ്പപ്പിന് മധുരം ഉണ്ടാവും, ഫ്രൂട്ട്സിൻ്റെ മധുരം എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഓക്കെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അപ്പോൾ ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടം. അപ്പോൾ ഈ സമ്മർ കാലത്തേക്ക് പറ്റിയ ഒരു സർബത്താണ്. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡ്സിലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമ്മർ ഡ്രിങ്ക്സ്, കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു. സമ്മറിന് എല്ലാവർക്കും ആവശ്യമുള്ളത് ഇത് തന്നെയാണല്ലോ, സമ്മർ ഡ്രിങ്ക്സ്. അത് തണുത്തതാണെങ്കിൽ ഏറ്റവും നല്ലത്, ഏറ്റവും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയാൽ അതിലും നല്ലത്. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സമ്മർ ഡ്രിങ്ക്സൊക്കെ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്വീറ്റ് ഐറ്റമാണ്. എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. നമുക്കൊരു ഗസ്റ്റ് വീട്ടിൽ വന്നാൽ പോലും ഒന്നുമില്ലെങ്കിൽ ഈ എന്താ പറയുക, ശർക്കരയും റവയൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുമല്ലോ, എപ്പോഴും കുറച്ച് നെയ്യൊക്കെ ആയിട്ട് പെട്ടെന്ന് അണ്ടിപ്പരിപ്പും കിസ്മിസൊന്നും ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല, തേങ്ങ ഉണ്ടാവും, പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയൊരു ഐറ്റമാണ്. രണ്ടാമത് കാണിച്ചത് വളരെ ഗംഭീരമായ സ്വാദുള്ള കാര്യം, സമ്മർ സ്പെഷ്യൽ. അപ്പോൾ എന്തായാലും 2 വിഭവങ്ങളും പരീക്ഷിക്കാം, എല്ലാവർക്കും ഇഷ്ടം.